വയനാട്ടിലെ ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ തേടിയും കാണാതായവരെ അന്വേഷിച്ചും കരുണയുടെ കരങ്ങൾ നീട്ടിയുമുള്ള അതിജീവനത്തിന്റെ 6ാം നാൾ കടന്നിരിക്കുകയാണ്. ദുരിതബാധിത പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസം രാത്രിയോടെ നിർത്തിവെച്ച തിരച്ചിൽ ഇന്ന് രാവിലെയും പുനരാരംഭിച്ചിരുന്നു. ചാലിയാറിന്റെ 2 ഭാഗങ്ങളിലായും മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം പ്രദേശങ്ങളിലുമാണ് ഇന്ന് തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ദുരന്തത്തിൽ അകപ്പെട്ടതിൽ ഇനിയും കണ്ടെത്താനുള്ളത് 206 പേരെയാണ്. തിരച്ചിൽ അവസാന ഘട്ടത്തിലാണെന്നും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിരുന്നു. ഏറ്റവും അധികം മൃതദേഹങ്ങൾ ലഭിച്ച ചാലിയാർ പുഴയിലെ തിരച്ചിൽ നാളെ അവസാനിപ്പിക്കുന്നതായും വിവരമുണ്ട്. ഹ്യൂമൻ റെസ്ക്യൂ റഡാർ പോലെയുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള തിരച്ചിലാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, മണ്ണിനടിയിൽ ആഴത്തിൽ കുടുങ്ങിക്കിടക്കുന്നവരെ ഉൾപ്പെടെ കണ്ടെത്താൻ ഇതുവഴി സാധിക്കുമെന്നാണ് കരുതുന്നത്. ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്തെ പുഴയിലും ഇന്ന് ആഴത്തിലുള്ള തിരച്ചിൽ നടത്തുന്നുണ്ട്. പുഴയിൽ രൂപം കൊണ്ട പുതിയ മൺതിട്ടകൾ കേന്ദ്രീകരിച്ചായിരിക്കും തിരച്ചിൽ എന്നാണ് സൂചന ലഭിക്കുന്നത്. മഹാദുരന്തത്തിന്റെ 6ാം നാൾ കടന്നിരിക്കുകയാണ്. തിരച്ചിലും അവസാന ഘട്ടത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ മരണസംഖ്യ 365 ആയി. സർക്കാർ രേഖകൾ പ്രകാരം 218 ഔദ്യോഗിക മരണസംഖ്യാ കണക്ക്. 148 മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു ബന്ധുക്കൾക്ക് കൈമാറിയിട്ടുണ്ട്. തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങൾ പൊതുശ്മശാനങ്ങളിൽ സർവമത പ്രാർത്ഥനകളോടെ സംസ്കരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ചാലിയാറിൽ നിന്ന് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ 12 എണ്ണം ഉരുൾപൊട്ടലിലെ കഴിഞ്ഞ ദിവസം 16 മൃതദേഹങ്ങളും ലഭിച്ചിരുന്നു. 93 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 10,042 പേരാണുള്ളത്. അതേസമയം ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ തിരച്ചിൽ 6ാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ ദുരിതാശ്വാസ പ്രവർത്തനത്തിന്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പുകൾ. ദുരന്ത മേഖലയിലെ എല്ലാ കുട്ടികൾക്കും പ്രത്യേക മാനസികാരോഗ്യ പിന്തുണയും പരിചരണവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് ഇരു വകുപ്പുകളും കടക്കുന്നത്. ആരോഗ്യവകുപ്പിന്റെ ടെലി മനസ് പദ്ധതിയുടെ സഹായത്തോടെ ആവശ്യമായ സേവനം നൽകാൻ ആരോഗ്യമന്ത്രി ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദുരിതബാധിതർക്ക് മാനസിക പിന്തുണ ഉറപ്പാക്കുന്നതിന് 137 കൗൺസിലർമാരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്തിയവരുടെ തുടർ കൗൺസിലിംഗ് അതേ കൗൺസിലറുടെ തന്നെ സേവനം ഉറപ്പാക്കും. ഭവന സന്ദർശനം നടത്തുന്ന സൈക്കോ സോഷ്യൽ ടീമിൽ ഫീൽഡിലെ തല സേവനം നടത്തുന്ന ജീവനക്കാരെ കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. DNA പരിശോധനയ്ക്കായി സാമ്പിൾ എടുക്കുന്നതിന് മുമ്പ് മാനസികാരോഗ്യ പിന്തുണയ്ക്കുള്ള പ്രോട്ടോകോൾ നിർബന്ധമായും പാലിക്കണമെന്നും പറയുന്നുണ്ട്. ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ വിവിധ ജീവനക്കാരും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. മാത്രമല്ല, മാനസിക പിന്തുണ ഉറപ്പാക്കാനുള്ള ഇടപെടലുകൾ നടത്താൻ മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വയനാട്ടിലെ ദുരന്തബാധിത മേഖലയിലെ കുട്ടികളുടെ മുടങ്ങിക്കിടക്കുന്ന വിദ്യാഭ്യാസം പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിർണായക യോഗം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച കൽപ്പറ്റയിൽ നടക്കുന്നുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ള വിവിധ ഉദ്യോഗസ്ഥരും തദ്ദേശ സ്വയംഭരണ സ്ഥാപന മേധാവികളും സ്കൂൾ അധികൃതരും PTA പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ദുരിതബാധിത മേഖലയിലെ വിദ്യാർത്ഥികൾക്കായി ക്ലാസുകൾ ആരംഭിക്കുന്നതിനുള്ള കർമ്മ പദ്ധതിയാണ് യോഗത്തിൽ നടക്കുന്നത്.